Number 2, Adnan and Bilal. Number 2, Adnan and Bilal. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് സുഹൃത്ത്, നിന്നെ ഈയിടെ മദർസയിലേക്ക് തീരെ കാണാറില്ലല്ലോ? എൻ്റെ സഹോ, ഞാൻ നിന്നെ പോലെയാണോ? ഞാൻ വളരെ തിരക്കുള്ള ആളല്ലേ. നിനക്കെന്താ ഇത്ര വലിയ തിരക്ക്? അത് ശരി, സ്കൂള്, ട്യൂഷൻ, ഫുട്ബോൾ കോച്ചിങ്, കരാട്ടെ ക്ലാസ്, മ്യൂസിക് ക്ലാസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് മദ്രസയിലേക്ക് വരാൻ സമയം കിട്ടണ്ടേ? ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്നാൽ നീ പരീക്ഷയ്ക്ക് എന്ത് എഴുതി വെക്കും? പരീക്ഷയ്ക്ക് എഴുതാനൊക്കെയുള്ള ഞാൻ ഒപ്പിക്കും മോനെ. അതെങ്ങനെയാ? അത് ഞാൻ നിന്നോട് രഹസ്യമായി പറയാം, ആരോടും പറയരുത്. എന്താണ്, കേൾക്കട്ടെ. പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഞാൻ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരും. എന്നിട്ട് അതാരും കാണാതെ അത് ഉത്തര കടലാസിലേക്ക് പകർത്തും. അങ്ങനെ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർക്ക് ഞാൻ ഒപ്പിക്കും മോനെ. അത് ശരി, കോപ്പി അടിച്ച് ജയിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? ആ, അങ്ങനെയും പറയാം. നീ ആരും കാണാൻ എഴുതുന്നെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ ഞാൻ വളരെ തന്ത്രപൂർവ്വമാണ് ചെയ്യുന്നത്. എന്നാൽ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു എന്തായാലും കാണൂലേ? ഓ, അങ്ങനെ. അത്ര നിസ്സാരമായി പറയണ്ട. ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന ആയത്ത് കേട്ടിട്ടുണ്ടോ? ചെറിയൊരു ഓർമ്മയുണ്ട്. എന്നാൽ അതിൽ പറയുന്നത് എന്താണെന്നറിയുമോ? തീർച്ചയായും അള്ളാഹു നമ്മെ പരിസരത്ത് നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒമാ യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അള്ളാഹു നമ്മുടെ കട്ടുനോട്ടങ്ങളും നമ്മൾ മനസ്സിൽ മറച്ചു വെക്കുന്നത് പോലും അറിയുന്നു. ഇങ്ങനെയല്ല അള്ളാഹുവിനെ നീ എങ്ങനെ മറയ്ക്കും? നീ ഇങ്ങനെയൊന്നും ചോദിച്ചെന്നെ വിഷമിപ്പിക്കല്ലേ. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇതൊക്കെ നീ എവിടുന്ന് മനസ്സിലാക്കി? ഇതൊക്കെ നമ്മളെ മദ്രസയിൽ തന്നെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമുക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റും. ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി മുതൽ ഞാൻ ഒരിക്കലും കുറുക്ക് വഴി തേടത്തില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൃത്യമായി പഠിക്കുകയും എക്സാം എഴുതുകയും ചെയ്തു കൊള്ളാം. എന്നെ തിരുത്തിയ നിനക്ക് നന്ദിയുണ്ട് സുഹൃത്തുകാരാ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ ആയത്ത് മറക്കേണ്ട. ഇല്ല, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. Thank you, Adnan and Bilal. Next, Yasin and Sana. Yasin and Sana. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാഴ്ചയല്ലോ ബ്രോ മദ്രസയിലേക്ക് കണ്ടിട്ട് എവിടെയായിരുന്നു? എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു, അതാ കാണാതിരുന്നത്. കസിന്റെ കല്യാണം ഞായറാഴ്ച അല്ലായിരുന്നോ? അതിനൊരാഴ്ച ലീവ് എടുക്കേണ്ട കാര്യം എന്താ? നീ ഈ ലോകത്തൊന്നുമല്ലേ. കല്യാണമൊക്കെ ഇപ്പോൾ സീരിയൽ പോലെയല്ലേ? സീരിയൽ പോലെയോ? മനസ്സിലായില്ല. അതാ ചോദിച്ചത്, നീ ഈ ലോകത്തൊന്നും അല്ലേന്ന്. എടി, ഇപ്പൊ കല്യാണത്തിനോടനുബന്ധിച്ച് വിവിധ തരം പരിപാടികളാ. ബ്രൈഡ് ടു ബി, അറബിക് നൈറ്റ്, മെഹന്തി, ഹൽദി, മഞ്ഞ കല്യാണം, ശനിയാഴ്ച കല്യാണരാവ്, പിന്നെ ഞായറാഴ്ച ഒറിജിനൽ കല്യാണം. അപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് കുശാൽ. സത്യത്തിൽ ഏറ്റവും ലളിതമായി കല്യാണം കഴിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നിട്ടാണ് ഈ ധൂർത്തങ്ങളും അനാചാരങ്ങളും. നീ പറഞ്ഞത് ശരിയാ. ഓരോ ദിവസത്തെ പരിപാടികൾക്കും പ്രത്യേക തരം ഡ്രസ്സുകളാ വീട്ടുകാരും കൂട്ടുകാരും അണിഞ്ഞെത്തുക. പണമുള്ളവൻ ധൂർത്തടിക്കുന്നത് കണ്ടിട്ട് പാവപ്പെട്ടവൻ കടം വാങ്ങി ധൂർത്തടിക്കുന്നു. അതെ, നാടോടുമ്പോ നടുവേ ഓടണ്ടേ. ധൂർത്തന്മാർ പിശാചിന്റെ സഹോദരങ്ങളാണെന്നും അള്ളാഹു അവരെ വെറുക്കുന്നുണ്ടെന്നും ഖുർആൻ പറയുന്നില്ലേ? വലിയ പണ്ഡിതയാണെന്ന് തോന്നുന്നു. പണ്ഡിതയായിട്ടൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങൾ അഖ്ലാഖിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. കസിന്റെ കല്യാണം പറഞ്ഞിട്ട് ഒരാഴ്ച ലീവ് എടുത്ത ആൾക്കാർക്ക് മദ്രസയിൽ വരാൻ സമയം എവിടെ? ഇങ്ങനെ കുത്തല്ലേടി. ഇനി കല്യാണത്തിന്റെ പേരിൽ ഞാൻ മദ്രസ മുടക്കുകയില്ല. പോരെ? പോരാ. ഇത്തരം അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും പരമാവധി ഒഴിവാവാൻ ശ്രമിക്കുക. തീർച്ചയായും നമുക്കതിന് ശ്രമിക്കാം, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. Next, Akif and Amin. Akif and Amin. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ മദ്രസ ഫെസ്റ്റ് ആയിട്ട് നീ എന്തിനൊക്കെ ചേർന്നു? പലതിനും ചേർന്നു. ഉസ്താദ് എന്തായാലും ചേർക്കുമല്ലോ. എന്നാലും എന്തിനൊക്കെ ചേർത്തു? എളുപ്പമുള്ളതിനെല്ലാം ഞാൻ ചേർന്നു, മറ്റുള്ളതിനെല്ലാം ഞാൻ മുങ്ങി. ഇന്ന് നീ എന്തിനാ മുങ്ങിയത്? അറബി പ്രസംഗത്തിന്. അഭിപ്രസംഗത്തോടെന്താ നിനക്ക് ഇത്ര പുച്ഛം? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ പാടാണ്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ മറ്റു ഭാഷകളില്ലാത്ത നിരവധി പ്രത്യേകതകൾ അറബി ഭാഷയ്ക്കുണ്ട്. UN അംഗീകരിച്ചിരിക്കുന്ന 6 ഭാഷകളിൽ ഒരു ഭാഷ അറബിയാണ്. നിലവിലുള്ള ഒരു ഭാഷ, പദസമ്പത്തുള്ള ഭാഷ അറബിയാണ് ഈ കാലത്തിന് ഏറ്റവും യോജിച്ചത്.
കറക്റ്റ്. അതുകൊണ്ടാണ് വലിയ വലിയ ആശയങ്ങൾ കൊണ്ട് അത്ഭുതങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ അറബിയിൽ ഇറക്കിയിരിക്കുന്നത്. അടുത്ത തവണ ഞാൻ അറബി പ്രസംഗം തകർക്കും ഇൻഷാ അല്ലാഹ്. താങ്ക്സ് അല്ല, ജസാക്കല്ലാഹ് ഖൈറ എന്ന് പറയും. ജസാക്കല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹമ്മദ് യാസീൻ ആൻഡ് റൈഹാൻ. അഹമ്മദ് യാസീൻ ആൻഡ് റൈഹാൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മദ്രസകളൊക്കെ അടച്ചുപൂട്ടിയിട്ട് വരും എന്നാണല്ലോ പുതിയ വാർത്തകൾ. നീ ഒന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. കേന്ദ്ര ബാലാവകാശ കമ്മീഷനാണ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മദ്രസകൾക്ക് സർക്കാർ കാര്യം നിർത്തിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മുടെ നാട്ടിലെ മദ്രസകൾക്ക് സർക്കാർ പണം കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടല്ലേ മദ്രസകൾ നടത്തുന്നുണ്ട്. തീർച്ചയായും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വേണ്ടത്ര സ്കൂളുകളില്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മദ്രസകൾ സമുദായത്തിൻ്റെ പണം കൊണ്ടാണ് നടത്തുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വേണ്ടത്ര സ്കൂളുകളില്ലാത്തതിനാൽ മദ്രസകളിൽ തന്നെ സ്കൂളിൽ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവർക്കുള്ള ശമ്പളം നാമമാത്രമായ നിലയിൽ സർക്കാരാണ് കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് പുതിയ വിവാദങ്ങൾ. അങ്ങനെയെങ്കിൽ അത്തരം മദ്രസകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളും മതം പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് മദ്രസകൾ മാത്രം പ്രശ്നമായി തീരുന്നു? അതിൻ്റെ പ്രധാന കാരണം അസൂയയാണ്. എന്നും ലോകത്തെ ഏറ്റവും നന്നായി വളരുന്ന മതമാണ് ഇസ്ലാം. അത് സത്യമതമായതുകൊണ്ടാണ് ആ വളർച്ച. ഇത് ശത്രുക്കളിൽ അസൂയ ഉണ്ടാക്കി തീർക്കുന്നു. ദീൻ പഠിപ്പിക്കാനുള്ള പ്രാഥമിക സ്ഥാപനങ്ങൾ ഇല്ലാതാക്കിയാൽ ആ വളർച്ച തടയാമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അള്ളാഹു അവരെക്കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്. യുരീദൂന ലയത്ഫഊന ബിനൂറില്ലാഹി വല്ലാഹു മുതിമ്മ നൂറുഹു വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവർ ഊതിക്കെടുപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അതെത്ര അനിശ്ചിതമായ ശരി. ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അത്ഭുതം തന്നെ അല്ലേ? തീർച്ചയായും ശത്രുക്കളുടെ കുടതന്ത്രങ്ങളെല്ലാം അള്ളാഹു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു സൂചനയാകാം വിവാദ നീക്കത്തിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ പുതിയ വിധി എന്ന് നമുക്ക് കരുതാം. ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. എടാ, എനിക്ക് ട്യൂഷൻ ഉണ്ട്, ഞാൻ പഠിക്കാൻ പോവാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫൗസിയ നൈറ. ഫൗസിയ ആൻഡ് നൈറ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ് സുഖം. ഇന്നെന്താ ആളാകെ മാറിയിട്ടുണ്ടല്ലോ? ഇന്നലെ കണ്ട വേഷത്തിലല്ലല്ലോ ഇന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇന്നലെ കണ്ട വേഷത്തിലല്ലല്ലോ ഇന്ന്. ഇന്നലെ ഔറത്തൊന്നും മറയ്ക്കാതല്ലേ പോയത്? അത് പിന്നെ ഇന്നലെ കല്യാണത്തിന് പോയതാ. മുടിയൊക്കെ കെട്ടിപ്പോയ എന്താ ത്രില്ല്? അടിച്ചു പൊളിക്കണ്ടേ? നമ്മൾ മദ്രസയിൽ ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണെന്ന് പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് പ്രായമായിട്ട് പോരെ? പോരാ. 7 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ 70 വയസ്സുള്ള വൃദ്ധകൾ വരെ പീഡിക്കപ്പെടുന്ന നാട്ടിൽ നമുക്ക് ഹിജാബ് സുരക്ഷിതത്വം നൽകുന്നു. ശരിയാ. മാധവിക്കുട്ടി മുസ്ലിം ആകുന്നതിന് മുമ്പേ ഫർദ ധരിച്ചിട്ട് പുറത്തിറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നമുക്ക് ഹിജാബും പർദ്ദയും അള്ളാഹു നൽകിയ ഏറ്റവും നല്ല സമ്മാനമാണ്. സ്പെഷ്യലി സ്ത്രീകൾക്ക് നമ്മൾക്ക് ഔറത്ത് മറയ്ക്കൽ നമുക്ക് അള്ളാഹു തന്ന സമ്മാനമായതിനാൽ നമ്മളത് നമ്മുടെ കടമയാണ് പാലിക്കൽ. അതുപോലത്തെ ആൾക്കാരെ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വാദിക്കുകയില്ല എന്ന് മുൻ ഹദീസിൽ ഞാൻ പഠിച്ചതായി ഓർക്കുന്നു. അതെ കൂട്ടുകാരെ, നമുക്ക് ഹിജാബും പർദ്ദയും സുരക്ഷിതത്വം നൽകുന്നുള്ള കാര്യം നമ്മൾ ഖുർആനിലും നബിവചനത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് പാലിക്കൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമുക്കത് പാലിക്കണം ഇൻഷാ അല്ലാഹ്. ശരി കൂട്ടുകാരി, ഇനി ഒരു സത്യവിശ്വാസിയുടെ വേഷം ധരിച്ചേ ഞാൻ ഇനി പുറത്തിറങ്ങുള്ളൂ. എൻ്റെ കണ്ണ് തുറപ്പിച്ചതിനെനിക്ക് നന്ദി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാം. യഹിയ ആൻഡ് ഹാഫിസ്. യഹിയ ആൻഡ് ഹാഫിസ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് വിശേഷം? 4 ദിവസമായാലോ മദ്രസയിലേക്ക് കണ്ടിട്ട്? സ്കൂളിലേക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ പഠിക്കാനും ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നീ ഉസ്താദ് പറയുന്നൊന്നും ചെയ്യാറില്ലല്ലോ. അതിനുവേണ്ടി നീ ലീവും എടുക്കാറില്ലല്ലോ. ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നീ സ്കൂളിലേക്കുള്ളത് പഠിച്ചതിനു ശേഷം മദ്രസയിലുള്ളത് പഠിച്ചാൽ മതിയെന്നും 10ാം ക്ലാസ്സിൽ 10 A+ മേടിക്കണമെന്നും. എങ്കിൽ മോനെ നീ കേട്ടോ,
നിനക്ക് നിന്റെ ഈ 10+ നിനക്കും നിന്റെ ഉമ്മാക്കും ചുരുങ്ങിയ കാലം മാത്രം. പക്ഷേ നീ ഖുർആൻ പഠിച്ചാൽ പരലോകത്ത് 100+ ലഭിക്കും. അപ്പോൾ സ്കൂളിൽ പോകണ്ട എന്നാണോ നീ പറയുന്നത്? ഞാൻ സ്കൂളിൽ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മദ്രസയുടെ സമയം മാറ്റിവെച്ച് സ്കൂളിലെത്തുന്നത് പഠിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ശരി, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ നാളെ മുതൽ കൃത്യമായി വരാം. നീ എൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാ, ഞാൻ നിന്റെ ഉമ്മായെ കണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ ചർച്ച ചെയ്യാം. എന്നാൽ ശരി, ഇൻഷാ അല്ലാ, പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.